ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പവർ ബാങ്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാം, എന്തൊക്കെയെന്ന് നോക്കാം. ഇത് വന്നിട്ട് നമ്മൾ ഉപയോഗശൂന്യമായ ലാപ്ടോപ്പിൻ്റെ ബാറ്ററീസാണ്. ഒരെണ്ണം ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അടുത്തത് പൊളിക്കാൻ പോവാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പുകളിൽ, മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററിയുടെ കേസാണ്. ഇതിനകത്ത് 8 ബാറ്ററീസാണ് ഇടാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ പെർസെൻറ്റേജ് അറിയുന്ന ഡിസ്പ്ലേ, പിന്നെ ഉള്ളതെന്ന് വന്നിട്ട് 2 പോർട്ടുകൾ LED, 2 ചാർജിങ് പോർട്ട്, 2 ഔട്ട് ചാർജിങ് പോർട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ കേസ് 8 ബാറ്ററീസാണ് വേണ്ടത്. ഇത് 6 എണ്ണം ഉണ്ട്. ഇതിപ്പം പൊളിച്ചെടുത്ത ബാറ്ററിയാണ്. അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ, ഒരൊറ്റ ബാറ്ററിയിൽ മൾട്ടിമീറ്ററിൻ്റെ ടെർമിനൽ കൊടുത്തിരിക്കുകയാണ്. 3.7 ഉണ്ട്. അത് ഫുൾ ചാർജ് ആകുമ്പം 4.2 ആ റേഞ്ചാണ്. ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ ഈ ബാറ്ററി ഒരെണ്ണത്തിലുണ്ടാകുന്ന വോൾട്ടേജ്. അപ്പോൾ എന്തായാലും ഇത് കുറേ കാലം കൊണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരുവിധം ചാർജ് നിൽക്കുന്നത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഓരോ സെല്ലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഫ്രണ്ട്സ്, അടുത്ത സെല്ലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ വോൾട്ടേജ് 2.4 ആണ്. അപ്പോൾ നമുക്ക് ആ സെല്ല് അത്ര യൂസബിൾ അല്ല, ഇപ്പോഴേ ചാർജ് ഇത്രയും ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇത് ഉൾക്കൊള്ളിക്കണ്ട. അടുത്തതിൽ കൊടുത്തിട്ടുണ്ട്, അതും 3.7 ഉണ്ട്. അപ്പോൾ 2 അറ്റത്തുള്ള ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ അടുത്ത ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പൊളിച്ചിട്ടുണ്ട്. അതിനകത്ത് 9 സെല്ലുകളാണ് വരുന്നത്, 3 വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ ഒട്ടും തന്നെ വോൾട്ടേജ് ഇല്ല ഈ സെല്ലുകൾ. ഇത് നല്ല പഴക്കമുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ബാറ്ററി നോക്കാം. ഫ്രണ്ട്സ്, ഒരു LG ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് പൊളിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ LG ഇളക്കിയെടുത്ത ബാറ്ററികളാണ് ഈ കാണുന്നത്. എത്ര വോൾട്ട് വീതമുണ്ടെന്ന് നമുക്ക് നോക്കാം. .5, 3.5. അപ്പം ഈ ബാറ്ററികളെല്ലാം ഒരേ കണ്ടീഷനാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ബാറ്ററി 2 സെറ്റ് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ എടുത്ത ബാറ്ററികളുടെ എങ്ങനെ ആംബിയർ ഉണ്ടോ, അത് ചില ബാറ്ററികൾ നല്ല വോൾട്ടേജ് കാണിച്ചിരിക്കും, പക്ഷേ ആംബിയർ കാണത്തില്ല. അങ്ങനെയുള്ള ബാറ്ററികൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഇത്രയും മാത്രം ഈ കാര്യങ്ങൾ നോക്കിയെടുക്കുന്നത് നമുക്ക് സെൽഫോൺ നന്നായിട്ട് ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ്. സെൽഫോൺ ചാർജ് ചെയ്യാൻ 3, 4, 5 തവണ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി നല്ല കണ്ടീഷനാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പം ഇത് ലോഡ് ബൾബ്, വോൾട്ട്മീറ്ററിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് ഡൗൺ ആവുന്നുണ്ട്, അത് പതിയെയാണോ ഡൗൺ ആവുന്നത്. നോർമൽ നല്ല കണ്ടീഷൻ ബാറ്ററികളാണെങ്കിൽ നോർമലി പതിയെ ഡൗൺ ആവാൻ പാടുള്ളൂ വോൾട്ടേജ് ലോഡ് കൊടുക്കുമ്പോഴേക്കും. നന്നായിട്ട് വർക്ക് ചെയ്യാത്ത ബാറ്ററി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വോൾട്ടേജ് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇതിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഒരു സെക്കൻഡ്. ഞാനിപ്പോൾ ഇതിൽ ലോഡ് ബൾബ് കണക്ട് ചെയ്തു. അത് ഗ്ലോ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. മൾട്ടിമീറ്ററിലെ വോൾട്ടേജ് നോക്കിയാൽ സാവധാനം ഡൗൺ ആവുന്നതായിട്ട് കാണാൻ കഴിയും. നല്ല പെർഫെക്റ്റ് ബാറ്ററി ആണെന്ന് മനസ്സിലാക്കാം. ഇത് ആംബിയർ ടെസ്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിന് ആംബിയർ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തിരുന്നു. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കാണിക്കുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യമുള്ള ബാറ്ററി കട്ട് ചെയ്തെടുത്തായിരുന്നു. ഓക്കെ,
മൊത്തം 8 സെല്ലുകളാണ്. ഇതിനകത്ത് എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാൻ നോക്കാം. ഈ കാണുന്നത് നെഗറ്റീവും ഈ കാണുന്നത് പോസിറ്റീവും. ഇത് ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ മിക്കവാറുള്ള ബട്ടൺസ് ഇത് ബാറ്ററികൾ ട്രിപ്പിൾ എ ബാറ്ററികളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സൈഡ് നല്ല പൊങ്ങി വരും, ബാക്ക് സൈഡ് അല്ലാതെ ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് സൈഡ് നെഗറ്റീവും ഇത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കിതിനകത്ത് ഓക്കെ ഒരു ബാറ്ററി വെച്ചു. ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി ഇട്ടു. സിമ്പിളാണ്, ആർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എല്ലാ ബാറ്ററികളും അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഇപ്പം ഡീഫോൾട്ട് ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കാണാൻ കഴിയും 66% ചാർജ് കാണിക്കുന്നതിന്. കാണിക്കുന്നുണ്ട് ഔട്ട് 2 ആംപിയർ ഔട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്തിട്ട് ഇനി ഇതിൽ ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ചാർജിങ് കണക്ട് ചെയ്തു. ഇതിനകത്ത് കാണിക്കുന്നത് 5 വോൾട്ട് 1 ആംപിയർ ചാർജിങ് ഇൻ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. %66 നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 അഡാപ്റ്റർ ഒരുമിച്ച് കൊടുത്താണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 അഡാപ്റ്റർ ഒരുമിച്ച് കൊടുക്കുമ്പോൾ തന്നെ 5 വോൾട്ട് 2 ആംപിയർ വെച്ചിട്ട് ഇൻ വോൾട്ടേജ് കയറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പം പറയാം. ഒരു സെല്ലിന് 2200 mAh ആണ് വരുന്നത് ഒരു സെല്ലിന്. അങ്ങനത്തെ 8 സെല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ടോട്ടൽ പറയുകയാണെങ്കിൽ 17600 mAh ആണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, 67% 1% കയറിയതായിട്ട് കാണാൻ കഴിയും. ഏകദേശം ഒരു 60 സെക്കൻഡ്സ് കൊണ്ട് 1% കയറി. ഓക്കെ, അത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ കേസ് വെച്ച് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പവർ ബാങ്കിൻ്റെ കേസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏകദേശം 30,000 mAh ഒക്കെയാണ്. പക്ഷേ ഒരുപാട് ഉടായിപ്പാണ്. നമ്മൾ ഒറിജിനൽ ഇത്രേ അതിനകത്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയും നല്ല ആംപിയർ കൂടിയ ബാറ്ററികൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ആംപിയർ കൂടിയ ബാറ്ററി എന്ന് പറയാൻ ഈ ടൈപ്പ് ബാറ്ററി മാക്സിമം 3300 mAh ഒക്കെ ഉള്ള ബാറ്ററിയേ ഉള്ളൂ. അപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പലതും ഉടായിപ്പ് പവർ ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 67% ടോർച്ച് അങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് കാണാൻ കഴിയുമെന്നറിയില്ല. ഡബിൾ ടോർച്ച് കത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ചാർജിങ്ങിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണിത്. ഡിസ്പ്ലേ കാണാൻ കഴിയും. %55 ചാർജ്.
ഇതിൻ്റെ ടോർച്ച് കത്തിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയാവും. ലോങ് പ്രസ്സാണ്. താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. താങ്ക് യു.